الحمد لله رب العالمين. الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أوصيكم عباد الله وإياي أولا بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. والوزن يومئذ الحق فمن ثقلت موازينه فأولئك هم المفلحون. ومن خفت موازينه فأولئك الذين خسروا أنفسهم بما كانوا بآياتنا يظلمون. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ മുഴുവൻ സന്ദർഭങ്ങളിലും കാത്തു സൂക്ഷിച്ച് തഖ്വയോടുകൂടെ ജീവിക്കണേ എന്ന് ആമുഖമായി എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പരസ്യ ജീവിതവും രഹസ്യ ജീവിതവും ഒക്കെ അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിന് പാത്രമാകുന്ന രൂപത്തിൽ ചിട്ടപ്പെടുത്താൻ റഹ്മാനായ റബ്ബ് നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമാണ് എന്ന് പറഞ്ഞ പരിശുദ്ധമായ റജബ് മാസം നമ്മോട് യാത്ര പറഞ്ഞു. ഈമാനുള്ള തഖ്വയുള്ള മുഅ്മിനുകളുടെ ഹൃദയത്തിലൊക്കെ വല്ലാത്തൊരു ആവേശവും സന്തോഷവും ഒക്കെ പകർന്നുകൊണ്ട് പരിശുദ്ധ റമദാനിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്, പരിശുദ്ധ ശഅബാനിലേക്ക് പ്രവേശിക്കുകയാണ്. റമദാൻ മാസമാണ്
നമ്മൾ ഓരോരുത്തരും പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധമായ റമദാൻ അതിൽ ജീവിക്കുവാനും ഒരുപാട് ഇബാദത്തുകൾ നിർവഹിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കുവാനൊക്കെ അവൻ നമുക്ക് ഓരോരുത്തർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ശഅബാൻ ഇത് റജബ് മാസത്തിൻ്റെയും റമദാൻ മാസത്തിൻ്റെയും അഥവാ പവിത്രമാണ് എന്ന് പഠിപ്പിക്കപ്പെട്ട റജബ് മാസം, വിശുദ്ധ ഖുർആനിന്റെ അവതീർണത കൊണ്ട് അനുഗ്രഹീതമാണ് എന്ന് പഠിപ്പിക്കപ്പെട്ട പരിശുദ്ധമായ റമദാൻ മാസം, ഇത് രണ്ടിൻ്റെയും ഇടയിലുള്ള ശഅബാൻ മാസം, ഇതിനും ഇസ്ലാമികപരമായി ചില പ്രാധാന്യങ്ങൾ പ്രമാണങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ഈ മാസം കടന്നു വരുമ്പോൾ നമ്മൾ ഓരോരുത്തരും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ, അതിലൊന്നാമത്തത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. നമ്മുടെ ഇബാദത്തുകൾ, നാം നിർവഹിക്കുന്ന അമലു സ്വാലിഹാത്തുകൾ, നമ്മുടെ കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നത് 3 രൂപത്തിലാണ്, 3 സന്ദർഭങ്ങളിലാണ്. ഒന്നാമത്തേത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യതആഖബൂന ഫീകും മലായികത്തും ബില്ലൈലി വമലായികത്തും ബിന്നഹാർ. രാവും പകലും മാറി മാറിക്കൊണ്ട് നിങ്ങളിലേക്ക് കടന്നു വരുന്ന ചില മലക്കുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുണ്ട്. പ്രഭാതത്തിൽ നമ്മിലേക്ക് വരുന്നവർ, അതുപോലെ തന്നെ രാത്രിയിൽ അതിന്റെ ആദ്യത്തിൽ നമ്മുടെ സമീപത്തേക്ക് വരുന്ന മലക്കുകൾ. വയജ്തമിഊന ഫീ സ്വലാത്തിൽ ഫജ്ർ വ സ്വലാത്തിൽ അസ്ർ. അവർ നമ്മോടൊപ്പം സുബഹി നമസ്കാരത്തിനും ഫജ്ർ നമസ്കാരത്തിനും അസ്ർ നമസ്കാരത്തിനും നമ്മോടൊപ്പം ഉണ്ടാകും. സുമ്മ യഅറുജു അല്ലദീന ബാതു ഫീകും. പിന്നെ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന ആളുകൾ അവർ അള്ളാഹുവിലേക്ക് പോകും, അള്ളാഹുവിന്റെ സമീപത്തേക്ക് പോകും. നമ്മുടെ അമലുകളുമായി, നമ്മുടെ അന്നത്തെ പ്രഭാതം മുതൽ പ്രദോഷം വരെ വൈകുന്നേരം വരെയുള്ള നമ്മുടെ അമലുകളുടെ റിപ്പോർട്ട് കൊടുക്കാൻ അള്ളാഹുവിന്റെ സമീപത്ത് പകല് നമ്മോടൊപ്പമുള്ള മലക്കുകൾ പോകും. രാത്രിയും അതുപോലെ തന്നെ. ഫയസ്അലു റബ്ബുഹും വഹുവ അഅലമു ബിഹിം. നബി സല്ലല്ലാഹു അലൈഹി അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മലക്കുകളോട് ചോദിക്കും, എങ്ങനെയാണ് എൻ്റെ അടിമകൾ നിങ്ങൾ വരുന്ന സമയത്ത് എന്ത് കാര്യമാണ് അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്, എങ്ങനെയാണ് നിങ്ങൾ അവരിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്? വഹുവ അഅലമു ബിഹിം. അത് അവരോട് ചോദിക്കാതെ തന്നെ അള്ളാഹുവിന് കൃത്യമായി അറിയാം. എങ്കിലും അള്ളാഹു നിശ്ചയിച്ച അവന്റെ ഒരു നടപടിക്രമമാണിത്. അള്ളാഹുവിന്റെ ചോദ്യത്തിന് അവർ മറുപടി പറയും, കൈഫ തറക്തും ഇബാദി. എന്റെ അടിമകളെ എങ്ങനെയാണ് നിങ്ങൾ വിട്ടേച്ചു പോന്നിട്ടുള്ളത്? ഫയഖൂലൂന തറക്നാഹും വഹും യുസല്ലൂൻ വഅതൈനാഹും വഹും യുസല്ലൂൻ. അല്ലാഹുവേ, ഞങ്ങൾ അങ്ങോട്ട് പോകുന്ന സമയത്ത് ഒരു നിസ്കരിക്കുകയാണ്. കാരണം ഫജ്റിന്റെ സമയത്താണ് പ്രഭാതത്തിലെ മലക്കുകൾ വരുന്നത്. ഞങ്ങൾ അവരെ വിട്ട് തിരിച്ചു പോരുന്ന സമയത്തും വതറക്നാഹും വഹും യുസല്ലൂൻ, അപ്പോഴും അവർ നമസ്കരിക്കുകയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മലക്കുകൾ പറയുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അഥവാ നമ്മുടെ ഓരോ ദിവസത്തെയും അമാലുകൾ ഈ സന്ദർഭത്തിൽ ഉയർത്തപ്പെടുന്നുണ്ട് എന്ന് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. രണ്ടാമത്തത്, നമ്മുടെ ഓരോ ആഴ്ചയിലെ അമാലുകളും അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തുറദുൽ അമാലു യൗമൽ ഇസ്നൈൻ വൽ ഖമീസ്. തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നമ്മുടെ അമാലുകൾ അള്ളാഹുവിലേക്ക് ഉയർത്തും. നമുക്കറിയാം, തിങ്കളും വ്യാഴം സുന്നത്ത് നോമ്പുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു എന്റെ അമാലുകൾ പരിശോധിക്കുമ്പോൾ അത് അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുമ്പോൾ ഞാൻ നോമ്പുകാരനായി ഉയർത്തപ്പെടുന്നതിനെ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ഇതേ രൂപത്തിൽ മൂന്നാമത്തെ രൂപം മഹാനായ ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഹുവ ശഹ്റുൻ
തുർഫഉ ഫീഹിൽ അഅമാലു ഇലാ റബ്ബിൽ ആലമീൻ. ശഅബാൻ മാസത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഹുവ ശഅറുൻ, ആ മാസമാണ് തുർഫഉ ഫീഹിൽ അഅമാലു ഇലാ റബ്ബിൽ ആലമീൻ. ഒരു വർഷത്തെ നമ്മുടെ അമലുകൾ അത് അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നത് ആ മാസമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. എന്തിനാണ് ഇത് നമ്മൾ മനസ്സിലാക്കുന്നത്? ഈ മാസം, ഈ ശഅബാൻ മാസത്തിലാണ് നമ്മുടെ ഒരു വർഷത്തെ അമലുകൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നത് എന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും ആലോചിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടത്, കൂടുതൽ അമാലുകൾ പ്രവർത്തിക്കാൻ നമ്മൾ തയ്യാറാവണം. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു നല്ല അവസരങ്ങൾ ലഭിക്കാൻ നമ്മൾ ഏറെ പ്രതീക്ഷിച്ചിരിക്കുന്നത് എന്തിനാണ്? റമദാനിനെ. നമുക്കറിയാം, സാധാരണത്തെ നോമ്പിന്റെ പ്രതിഫലമല്ല റമദാനിന്റെ നോമ്പിന്. സാധാരണത്തെ സദഖയുടെയും പുണ്യപ്രവർത്തനങ്ങളുടെയും നന്മകളുടെയും ഖുർആൻ പാരായണത്തിന്റെയും ദിക്റുകളുടെയും സ്വലാത്തിന്റെയും പ്രതിഫലമല്ല റമദാനിൽ നമ്മെ പ്രതീക്ഷിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ റമദാൻ ഒന്ന് വന്നു കിട്ടിയെങ്കിൽ എന്ന് നമ്മൾ ഓരോരുത്തരും വല്ലാതെ ആഗ്രഹിക്കുന്നു. നമ്മൾ നിരന്തരം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്, അള്ളാഹുവേ ആ റമദാൻ ഞങ്ങളിലേക്ക് എത്തിക്കണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. കാരണം നമുക്കറിയാം അതിന് വലിയ പ്രതിഫലമുണ്ട് എന്ന്. ഇതുപോലെ തഖ്വയുള്ളവരുടെ ഹൃദയത്തിൽ ഇത്തരത്തിലുള്ള ഹദീസുകൾ നമുക്ക് പ്രചോദനമാവേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഇത് നമ്മുടെ അമാലുകൾ ഉയർത്തുന്ന മാസമാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് തയ്യാറെടുത്ത ചില തയ്യാറെടുപ്പുകളും ഹദീസുകളും നമുക്ക് കാണാൻ കഴിയും. ഞാൻ ആദ്യമായി ഓതി വെച്ചത് സൂറത്തുൽ ആറാഫിലെ 8-ാമത്തെ ആയത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വൽ വസ്നു യൗമഇദിനിൽ ഹഖ്. അന്നത്തെ ദിവസം വൽ വസ്ൻ, മീസാൻ, തുലാസ്, നമ്മുടെ അമാലുകൾ തൂക്കി നോക്കുക എന്നുള്ളത് ഹഖ്ഖുൻ, അത് യാഥാർത്ഥ്യമാണ്. ഉറപ്പായിട്ടും അങ്ങനെ ഉണ്ട്. പലരും സംശയിക്കുന്നത് പോലെ അതെങ്ങനെ നിസ്കാരം തൂക്കുക, അതെങ്ങനെ നമ്മൾ ഖുർആൻ പാരായണം തൂക്കി നോക്കല്, അതെന്തായിരിക്കും തുലാസിന്റെ രൂപം? അല്ലാഹു അഅലം, നമുക്കറിയില്ല. പക്ഷേ റഹ്മാനായ റബ്ബ് അത് ഉണ്ട് എന്നും അത് യാഥാർത്ഥ്യമാണ് എന്നും അത് വിശ്വസിക്കണമെന്നും നമ്മോട് പഠിപ്പിക്കുന്നു. എന്നിട്ട് അല്ലാഹു പറഞ്ഞത് എന്താ? അന്നത്തെ ദിവസം ഫമൻ സഖുലത് മവാസീനു ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. അന്ന് ആ കനം തൂങ്ങുന്നത് ആർക്കാണോ, നന്മകളുടെ തുലാസിൽ ഒരുപാട് അമാലുകളുമായി എത്തിച്ചേരാൻ സാധിക്കുന്നത് ആർക്കാണോ, അവരാണ് മുഫ്ലിഹൂൻ, വിജയിച്ചത് അവരാണ്. അപ്പം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അതിനു വേണ്ടിയുള്ള പരിശ്രമമാണ് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ഫമൻ ഖഫ്ഫത് മവാസീനു. ഇനിയോ നമ്മുടെ നന്മയുടെ തുലാസ് താന്നു പോവുകയാണെങ്കിലോ അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. അവരെ കുറിച്ചിട്ട് അള്ളാഹു പറയുന്നത്, ഫഉലൈകല്ലദീന ഖസിറൂ അൻഫുസഹും ബിമാ കാനൂ ബിആയാതിനാ യദ്ലിമൂൻ. നമ്മുടെ ആയത്തുകളൊക്കെ കേൾക്കുമ്പോൾ ഇങ്ങനെ മീസാനുണ്ട്, സിറാത്തുണ്ട്, സ്വർഗമുണ്ട്, നരകമുണ്ട്, ഹിസാബുണ്ട് എന്നൊക്കെ ഇങ്ങനെ കേൾക്കുമ്പം അവരതൊക്കെ തള്ളിയവരാണ്. അതിക്രമപരമായിട്ട് ധിക്കാരത്തോടെ, കിബറോടുകൂടി, അഹങ്കാരത്തോടുകൂടി ജീവിച്ചവരാണ്. ഇതിനൊന്നും അവർ ഗൗനിച്ചിട്ടില്ല. ഇങ്ങനെ ഒരു പരലോകത്തെ അവർ പ്രതീക്ഷിച്ചിട്ടില്ല, അവർ മുന്നിൽ കണ്ടിട്ടില്ല. ആ രൂപത്തിൽ ഇതൊക്കെ അവഗണിച്ച് ജീവിച്ചവരാണ് അവർ. സ്വയം പരാജിതരായ വിഭാഗമാണ് അവർ. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. അതാണ് നമ്മൾ ഓരോരുത്തരും ആലോചിക്കുകയും ശ്രദ്ധിക്കുകയും വേണ്ടത്. ഇതുകൊണ്ട് ഈ ഒരു മാസത്തിന് പ്രത്യേകത ഉള്ളത് കൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചില തയ്യാറെടുപ്പുകൾ ഈ മാസത്തിൽ ഉണ്ടായിരുന്നു. നമുക്കും പ്രവാചകന്റെ ചര്യ പുൽകണമെന്നും ആ സുന്നത്ത് ജീവിതത്തിൽ പകർത്തണമൊക്കെ എന്നുമൊക്കെ പ്രതീക്ഷിക്കുന്ന നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടെയാണ് ഇത് മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ അവരിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അന്നഹാ ഖാലത്ത് കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമു ഹത്താ നഖൂലു ലാ യുഫ്തിറു. ചില സന്ദർഭങ്ങളിൽ പ്രവാചകൻ ഇങ്ങനെ നോമ്പെടുക്കും. ഞങ്ങൾ പറയും, ഇനി നബി നോമ്പ് മുറിക്കൂല, നോമ്പ് അവസാനിപ്പിക്കൂല, ഇനി നോമ്പ് തന്നെ ആയിരിക്കും നബിക്ക്. ആ രൂപത്തിൽ എല്ലാ ദിവസവും നബിക്ക് ഇങ്ങനെ കുറേ നോമ്പായിരിക്കും. പിന്നെ നബി നോമ്പ് അങ്ങ് നിർത്തും. അപ്പൊ നമ്മൾ പറയും, ഇനിയിപ്പോഴൊന്നും നബിക്ക് നോമ്പുണ്ടാവില്ല, കുറേ ദിവസം നബിക്ക് നോമ്പുണ്ടാവില്ല. ഈ രൂപത്തിൽ പ്രവാചകന്റെ ഒരു രീതി. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, വമാ റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തക്മല സിയാമ ശഹ്രിൻ ഖത്തു ഇല്ലാ റമദാൻ. ഒരു മാസം പൂർണ്ണമായി നോമ്പെടുത്തത് ഞങ്ങൾ കണ്ടത് ഇല്ലാ റമദാൻ. അതെപ്പോൾ മാത്രമാണ്? റമദാൻ മാസം 30 ദിവസം റസൂലുള്ളാഹിക്ക് നോമ്പാണ്.
വമാ റഅയ്തുഹു, ഞങ്ങൾ പ്രവാചകരെ കണ്ടിട്ടില്ല ഫീ ശഹരിൻ അക്സറ മിൻഹു, റമദാനിനോളം നോമ്പെടുത്ത് അതല്ലെങ്കിൽ അതിനോട് യോജിച്ചു വരുന്ന രൂപത്തിൽ ഏറ്റവും കൂടുതൽ അത് കഴിഞ്ഞാൽ പിന്നെ നബി നോമ്പെടുത്തത് ഫീ ശഅബാൻ. അത് ഏത് മാസത്തിലാ? ശഅബാൻ മാസത്തിലാണ്. അപ്പൊ നമ്മളുള്ള മാസം ഏതാണ്? ശഅബാൻ മാസമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതി ചര്യയായിക്കൊണ്ട് നമ്മുടെ ഉമ്മ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് ഈ വിഷയം. മഹാനായ ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹിമഹുല്ലാ ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം ഫത്ഹുൽ ബാരി രേഖപ്പെടുത്തി, വഫിൽ ഹദീസി ദലീലുൻ അലാ ഫദ്ലി സൗമി ഫീ ശഅബാൻ, ശഅബാൻ മാസത്തിൽ പ്രത്യേകം നോമ്പെടുക്കുക എന്നുള്ളതിന് ശ്രേഷ്ഠതയുണ്ട് എന്നാണ് ഈ ഹദീസിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇമാം സൻആനി രേഖപ്പെടുത്തി, വഫീഹി ദലീലുൻ അലാ അന്നഹു മറ്റു മാസങ്ങളിലൊന്നും നോമ്പ് എടുക്കാത്ത രൂപത്തിൽ തന്നെ ശഅബാൻ മാസത്തിൽ നോമ്പ് അധികരിപ്പിക്കാൻ ഇതിൽ ദലീലുണ്ട്, തെളിവുണ്ട് എന്ന് ഇമാം അസ്-സൻആനി റഹിമഹുല്ലയും രേഖപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പം ശഅബാൻ മാസത്തിൽ ധാരാളം നോമ്പെടുക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ നോമ്പ് ഒഴിവാക്കിയിട്ടുള്ളൂ ശഅബാനിൽ എന്നാണ്. ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ പറയുന്നു, വലം മറഹു സായിമൻ മിൻ ശഹരി ഖത്തു അക്സറ മിൻ സിയാമിഹി മിൻ ശഅബാന കാന യസൂമുഹു ശഅബാന കുല്ല കാന യസൂമു ശഅബാന ഇല്ലാ ഖലീല. മുഴുവനും ശഅബാൻ മാസം കുല്ല മുഴുവനായി നോമ്പെടുത്തു എന്ന് പറയത്തക്ക രൂപത്തിൽ നബി ശഅബാനി നോമ്പെടുത്തിട്ടുണ്ട്. ഇല്ലാ ഖലീല, ഏതാനും ദിവസം നബി നോമ്പ് ഒഴിവാക്കിയത് ശഅബാൻ മാസത്തിൽ എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ വളരെ കൃത്യമായി കൊണ്ട് പഠിപ്പിക്കുന്നു. ഇമാം നബവി ഇത് വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, വയാൻ അന്ന ഖൗലഹ കുല്ലഹു, മുഴുവനായി നോമ്പെടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഗാലിബഹു, ഭൂരിഭാഗം ദിവസവും ശഅബാൻ മാസത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നോമ്പാണ് എന്നത് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം എന്ന് ഇമാം നബവി റഹിമഹുല്ലയും ഇത് വിശദീകരിച്ചുകൊണ്ട് പറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ നമ്മൾ ആ വിഷയം ഗൗരവത്തോടുകൂടെ മനസ്സിലാക്കുകയും കഴിവിന്റെ പരമാവധി നോമ്പ് കൊണ്ട് ശഅബാൻ മാസത്തെ സജീവമാക്കാനും നമ്മൾ ഓരോരുത്തരും തയ്യാറാവേണ്ടതുണ്ട് എന്നുള്ളതാണ് ഈ ഹദീസുകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതേ രൂപത്തിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ദാലിക ശഹ്റുൻ യഗ്ഫുലുൻ നാസു അൻഹു ബൈന റജബ് വ റമദാൻ. ഇത് റമദാൻ മാസത്തിന്റെയും റജബ് മാസത്തിന്റെയും ഇടയിൽ ആളുകൾ യഗ്ഫുലുൻ നാസ്, മനുഷ്യർ അശ്രദ്ധരായി പോകുന്ന ഒരു മാസമാണിത്. കാരണം റജബ് നമ്മൾ ചർച്ച ചെയ്യും. കാരണം എന്താണ്? അത് അർബഅത്തുൻ ഹുറും, പവിത്രമായ മാസമാണ് എന്ന് ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ റമദാൻ മാസത്തിൽ നമ്മൾ നല്ല സജീവമായിരിക്കും. പക്ഷെ ശഅബാൻ, അതിൽ മനുഷ്യർ പലപ്പോഴും അശ്രദ്ധരായി പോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്. അതുകൊണ്ട് തന്നെ അത്തരം ഇസ്ലാമിന്റെ ഒരു രീതി നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഇങ്ങനെ ആളുകൾ അശ്രദ്ധരായി പോകുന്ന സന്ദർഭങ്ങളിലുള്ള ഇബാദത്തുകൾക്ക് വലിയ പ്രത്യേകതകൾ ഇസ്ലാം കൽപ്പിക്കുന്നുണ്ട്. രാത്രി നമസ്കാരം വളരെ പ്രാധാന്യമുള്ള നമസ്കാരമാണ്. വളരെയധികം ശ്രേഷ്ഠതയുള്ള, അവർക്ക് എന്ത് പ്രതിഫലമാണ് നാം ഒരുക്കി വെച്ചിട്ടുള്ളത് എന്നത് അവർക്കറിയില്ല. അത്രമേൽ ഉന്നതമായ പ്രതിഫലങ്ങളാണ് ഖിയാമുൽ ലൈലുകൾ, തഹജ്ജുദ് നമസ്കരിക്കുന്നവർ, രാത്രി നിസ്കരിക്കുന്നവർക്കുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഖുർആനും പഠിപ്പിക്കുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞെന്താ? സല്ലൂ ബില്ലൈൽ വന്നാസു നിയാമുൻ, ആളുകൾ ഉറങ്ങുമ്പോൾ നിങ്ങൾ എഴുന്നേറ്റ് നിസ്കരിക്കുക. ആളുകൾ നല്ല സുഖകരമായിട്ടുള്ള ഉറക്കാണ്. അവിടെ നിന്നിട്ടും അള്ളാഹുവിന്റെ പ്രീതി പ്രതീക്ഷിച്ചുകൊണ്ട് ആ വിരിപ്പിൽ നിന്ന് എഴുന്നേറ്റ് വുളൂ ചെയ്ത് നമസ്കരിക്കാനുള്ള മനസ്സ്, അതിന് വലിയ പ്രതിഫലമുണ്ട്. അതുപോലെ തന്നെ അസ്ർ നമസ്കാരം, ഫജ്ർ നമസ്കാരം, ഇതിനും വലിയ പ്രതിഫലമുണ്ട്. മൻ സല്ലൽ ബർദൈനി ദഖലൽ ജന്ന. ഇതൊക്കെ ആളുകൾ അശ്രദ്ധരായി പോകുന്ന സന്ദർഭങ്ങളിലെ ഇബാദത്തുകളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പറയാണ്. അസറിന്റെ സമയത്ത് പല തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പലപ്പോഴും വിട്ടുപോകും. ഫജ്റിന്റെ സമയത്ത് ആ ഉറക്കം നിന്ന് എണീക്കാൻ, പള്ളിയിലേക്ക് പോകാൻ, അതിനൊന്നും പിശാചി നമ്മളെ സമ്മതിക്കൂല. അത് ഈമാനുള്ള തഖ്വയുള്ള ആളുകൾക്ക് സാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ അതിന് വലിയ പ്രതിഫലമുണ്ട് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നു. പൊതുവെ ആളുകൾ അശ്രദ്ധരാകുന്ന സന്ദർഭങ്ങളിലുള്ള ഇബാദത്ത് ശഅബാൻ മാസത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിക്കുന്നത് അങ്ങനെയാണ്. റജബിന്റെയും റമദാനിന്റെയും ഇടയിൽ ആളുകൾ അശ്രദ്ധരാകുന്ന മാസം. അതുകൊണ്ട് ആ മാസത്തിലുള്ള ഇബാദത്തുകൾ, ദിക്റുകൾ, പ്രാർത്ഥനകൾ, ഖുർആൻ പാരായണങ്ങൾ, പ്രത്യേകിച്ചും നോമ്പ്, അതിന് വലിയ ശ്രേഷ്ഠതയും മഹാത്മ്യവുമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ഇതേ രൂപത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഈ ശഅബാൻ മാസം, ഈ സന്ദർഭത്തിൽ
ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്ന ഒരു ഹദീസുണ്ട്, തഖൂലു കാന യകൂനു അലയ്യ സൗമു മിൻ റമദാൻ. കഴിഞ്ഞ റമദാൻ മാസത്തിലെ പല നോമ്പും എനിക്ക് നഷ്ടപ്പെട്ടു പോകും. പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പ്രകൃതിപരമായ അത്തരം സന്ദർഭങ്ങളിൽ ഒരാഴ്ചത്തെ നോമ്പൊക്കെ പലപ്പോഴും അവർക്ക് നഷ്ടപ്പെട്ടു പോകും. മറ്റെന്തെങ്കിലും രോഗം കാരണമോ മറ്റെന്ത് യാത്ര കാരണമോ ഒക്കെ നമുക്ക് പല രൂപത്തിൽ നോമ്പ് നഷ്ടപ്പെട്ടു പോയേക്കാം. ആ സന്ദർഭത്തിലെ നോമ്പ് ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഫമാ അസ്തതിഉ അൻ അഖ്ളിയ ഇല്ലാ ഫി ശഅബാൻ. അത് പലപ്പോഴും ഞാൻ നോറ്റുവിട്ടൽ ഈ ശഅബാൻ മാസത്തിലാണ്. ഈ ശഅബാൻ മാസത്തിലാണ്. നമ്മളും ആലോചിക്കണം, കഴിഞ്ഞ റമദാനിലെ ഏതെങ്കിലും നോമ്പ് നമുക്ക് നഷ്ടപ്പെട്ടു പോയതുണ്ടോ, നമ്മോട് മറന്നുപോയതുണ്ടോ, എത്ര നോമ്പുണ്ട് എങ്കിൽ അത് ഈ ശഅബാൻ മാസത്തിൽ നോറ്റുവീട്ടാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാവണം എന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയായി ആയിഷ റളിയല്ലാഹു അൻഹ നമ്മെ പഠിപ്പിക്കുന്നത്. അഥവാ ആ രൂപത്തിൽ നോമ്പ് നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഈ റമദാനിന് മുമ്പ് നോറ്റുവീട്ടൽ നിർബന്ധമാണ്. രോഗം കാരണം അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണത്താൽ നഷ്ടപ്പെട്ടു പോയ നോമ്പുകൾ ഈ റമദാനിന് മുമ്പ് ഈ ശഅബാനോട് കൂടി ഒന്ന് നോറ്റുവിട്ടുക എന്നുള്ളത് നിർബന്ധമാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അയ്യാമൻ മഅദൂദാത് ഫമൻ കാന മിൻകും മരീദൻ ഔ അലാ സഫരിൻ ഫഇദ്ദത്തുൻ മിൻ അയ്യാമിൻ ഉഖറ വഅലൽ ലദീന യുതീഖൂനഹു ഫിദിയത്തുൻ തആമു മിസ്കീൻ. എന്തു വേണം? മറ്റൊരു ദിവസം അത് നോമ്പെടുത്തു വീട്ടണം. അങ്ങനെ നോമ്പ് നഷ്ടപ്പെട്ടു പോയാൽ, ഇനി ഈ ശഅബാനിലും നോമ്പ് ഊറ്റുവിട്ടാൻ സാധിച്ചിട്ടില്ല എങ്കിലോ, അത് അടുത്ത റമദാനിലേക്ക് പോയാലോ, വഅലല്ലദീന യുതീഖൂനഹു ഫിദിയത്തുൻ തആമു മിസ്കീൻ. അതിന് പ്രായശ്ചിത്തം കൊടുക്കണം, അതിന് ഫിദിയ കൊടുക്കണം. എന്താണ് ഫിദിയ? ഒരു പാവപ്പെട്ട ആൾക്ക് ഭക്ഷണം കൊടുക്കണം, ശേഷം ആ നോമ്പ് നോറ്റുവിട്ടുകയും വേണം. ഇതാണ് അതുമായി ബന്ധപ്പെട്ടിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെയും വളരെ കൃത്യമായിട്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ ആ വിഷയം നമ്മൾ ഓരോരുത്തരും ഗൗരവത്തോടുകൂടെ മനസ്സിലാക്കുക. ഈ ശഅബാനിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ പവിത്രത അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ അമാലുകളെ കൊണ്ട് സജീവമാക്കുക. നമ്മുടെ ആ അമാലുകൾ അല്ലാഹുവിലേക്ക് ഉയർത്തുന്ന മാസമാണിത്. ആളുകൾ അശ്രദ്ധരായി പോകുന്ന മാസമാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അമാലുകളെ കൊണ്ട് സജീവമാക്കിയ മാസമാണ് എന്നതുകൊണ്ട് നമ്മളും അതിനെ അമലുകളെ കൊണ്ട്, പ്രത്യേകിച്ചും നോമ്പുകളെ കൊണ്ട് സജീവമാക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുള്ള ഒരു ഹദീസ്, ഇദാ ബഖിയ നിസ്ഫുൻ മിൻ ശഅബാന ഫലാ തസൂമു. ഇമാം തിർമിദിയും മറ്റ് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ഹദീസാണ്. ശഅബാൻ പകുതിയായി കഴിഞ്ഞാൽ പിന്നെ ഫലാ തസൂമു, പിന്നെ നിങ്ങൾ നോമ്പെടുക്കരുത്. ഈ ഹദീസ് വെച്ചിട്ട് പലരും പറയാറുണ്ട് ശഅബാൻ പകുതിയായ പിന്നെ നോമ്പ് നിൽക്കാൻ പാടില്ല എന്നുള്ളത്. ഈ ഹദീസ് സ്വഹീഹാണ്. മഹാന്മാരായ പണ്ഡിതന്മാർ ഈ ഹദീസിന്റെ വിശദീകരണം നമുക്ക് വളരെ കൃത്യമായി കൊണ്ട് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഹുവ ഹദീസുൻ സ്വഹീഹുൻ. ഇത് സ്വഹീഹായ ഹദീസാണ്. പലരും ദഈഫാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി സ്വഹീഹാണെങ്കിൽ كما قال له العلامة الشيخ ناصر الدين الألباني والمراد به النهي عن ابتداء الصوم بعد النصف. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശഅബാൻ പകുതി കഴിഞ്ഞാൽ പിന്നെ നോമ്പ് നോറ്റ് തുടങ്ങുന്നത് പ്രവാചകൻ വിരോധിച്ചിട്ടുണ്ട്. ഇപ്പൊ തുടക്കം മുതൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ തുടക്കത്തിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ ഇന്ന് മുതൽ, നാളെ മുതൽ അല്ലെങ്കിൽ ഒരാഴ്ചക്കുള്ളിലൊക്കെ നമ്മൾ പലപ്പോഴും ഇടയ്ക്കിടയ്ക്ക് നോമ്പൊക്കെ നോൽക്കുന്നുണ്ട്. ആ രൂപത്തിൽ നമുക്ക് നോമ്പ് നോൽക്കാം. പക്ഷേ ഇതൊന്നും ഒരാൾ ചെയ്യാതെ ശഅബാൻ 15 ശേഷം
അങ്ങനെ നോമ്പ് നോൽക്കാൻ ഒരാൾ തയ്യാറാവുകയാണെങ്കിൽ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഹദീസ് കൊണ്ട് മനസ്സിലാക്കേണ്ടത്. വഅമ്മാ മൻ സാമ അക്സറു ശഹർ ഔ അശ്ശഹറു കുല്ല ഫഖദ് അസാബ സുന്ന. ഒരാൾ നേരത്തെ തന്നെ നോമ്പെടുക്കുകയാണ് എങ്കിൽ അയാൾ സുന്നത്ത് തന്നെയാണ്, അത് പ്രവാചകന്റെ ചര്യയാണ് എന്നും മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി ഒരു പക്ഷേ പല ഹദീസുകൾ സോഷ്യൽ മീഡിയയിൽ കാണുമ്പം നമ്മൾ സംശയിക്കേണ്ടതില്ല എന്നുകൂടെ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. പക്ഷേ ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്നുകൂടെ സൂചിപ്പിക്കുന്നുണ്ട്. ലാ യതഖദ്ദമന്ന അഹദുക്കും റമദാന ബിസൗമി യൗമിൻ ഔ യൗമൈൻ. റമദാൻ മാസത്തിന്റെ 1-2 ദിവസം മുമ്പ് നിങ്ങൾ നോമ്പ് നോറ്റു തുടങ്ങരുത്. അത് വളരെ ശക്തമായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യമാണ്. റമദാനിന്റെ 1-2 ദിവസം മുമ്പ് നോമ്പ് നോറ്റ് തുടങ്ങും. ഇല്ല അൻ യകൂന റജുലുൻ കാന യസൂമു സൗമഹു ഫലിയസും ദാലികൽ യൗം. നേരത്തെ നോമ്പ് നോറ്റ് വരുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അതും പ്രശ്നമല്ല. അതേസമയത്ത് അതൊന്നും നോമ്പ് നോൽക്കാത്ത ഒരാള് റമദാനിന്റെ 2 ദിവസം മുമ്പ് ആ മാസം കാണാൻ സാധ്യതയുള്ള ശെക്കിന്റെ ദിവസമൊക്കെ ഉണ്ടാവുമല്ലോ, ആ ദിവസങ്ങളിലൊക്കെ നോമ്പെടുക്കുന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് മുഅ്മിനീങ്ങളായ ആളുകൾ മനസ്സിലാക്കാനുള്ളത്. ഒരു കാര്യം കൂടെ ഇതുമായി സൂചിപ്പിക്കാനുള്ളത്, ഈ മാസം സജീവമാക്കുക, ഇബാദത്തുകൾ കൊണ്ട് സജീവമാക്കുക, ആവേശത്തോടെ റമദാനിനെ വരവേൽക്കാനുള്ള ഒരു മാനസികാവസ്ഥ നമ്മൾ തയ്യാറാക്കുക എന്നുള്ളതാണ്. മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ രേഖപ്പെടുത്തിയത് കാണാം. അവരുടെയൊക്കെ ജീവിത രീതികൾ. ഇദാ ദഖല ശഅബാൻ അഗ്ലക തിജാറത്തുഹു വതഫറഗ ലിഖിറാഅത്തിൽ ഖുർആൻ. ഖുർആൻ ഓതാൻ വേണ്ടിയിട്ട് ശഅബാൻ മാസമാകും ആയാ പിന്നെ അവരവരുടെ ജോലികൾ, അത്തരത്തിലുള്ള തിരക്ക് പിടിച്ച ജീവിതത്തിൽ നിന്നൊക്കെ ഒന്ന് മാറി ഖുർആനുമായി ബന്ധം സ്ഥാപിക്കാൻ വേണ്ടി ശഅബാൻ മാസത്തിൽ തന്നെ അവർ തയ്യാറാകുമായിരുന്നു എന്നാ. വകാന യഖൂലു തൂബാ ലിമൻ അസ്ലഹ നഫ്സഹു ഖബ്ല റമദാൻ. റമദാനിന് മുമ്പ് തന്നെ നമ്മുടെ മനസ്സൊക്കെ ഒന്ന് ശുദ്ധീകരിച്ച് തിന്മകളിൽ നിന്നൊക്കെ ഒന്ന് മാറി നിന്ന് നന്മകളിൽ സജീവമായി ആ തഖ്വ നേടിയെടുക്കാനുള്ള ഒരു തയ്യാറെടുപ്പ്, ഒരു മുന്നൊരുക്കം ഉണ്ടായിരുന്നു നമ്മുടെ സലഫുകൾക്ക് എന്നാണ്. അപ്പം തഖ്വയുള്ള ഈമാനുള്ള നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മാത്രം പോരാ, അതിന് മുന്നോടിയായി നമ്മുടെ മനസ്സിനൊന്ന് ശുദ്ധീകരിക്കുകയും ആ റമദാനിനെ വരവേൽക്കാൻ ഒന്ന് തയ്യാറാവുകയും ആത്മാർത്ഥമായി നിരന്തരമുള്ള പ്രാർത്ഥനകൾ നമ്മിൽ ഉണ്ടാവുകയും വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ.